ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് 1.5 മീറ്റർ ക്ലോത്ത് കൊണ്ട് ലെഗിങ്സ് പോലെ തോന്നിക്കുന്ന ചുരി ബോട്ടം പാന്റ് ആയാലോ. അപ്പൊ ചുരി ബോട്ടം ഇഷ്ടമുള്ളവർക്ക് ചുരി ബോട്ടമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ആംഗിൾ ലെങ്ത് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും കട്ട് ചെയ്യാം. ഈ സെയിം മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിട്ടും നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലെങ്ത് നമ്മുടെ ഇഷ്ടമല്ലേ. 1.5 മീറ്ററിൽ അത്യാവശ്യം നല്ല ലെങ്ത് കിട്ടും എല്ലാവർക്കും. അതുപോലെ തന്നെ ഏത് സൈസിലുള്ളവർക്കും നല്ല ലൂസ് കൊടുത്തുകൊണ്ട് ഈ 1.5 മീറ്റർ ക്ലോത്തിൽ നല്ല പോലെ തന്നെ ഈ പാന്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാനിവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്ത ക്ലോത്തിന്റെ ലെങ്ത് ഒന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 1.5 മീറ്റർ ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ ക്ലോത്ത് ലെങ്ത് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ലെങ്ത് കറക്റ്റ് ലെങ്ത് പോർഷനിലാണ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം അതിന്റെ വീതി ഒന്ന് എത്ര ഇഞ്ച് എന്ന് നോക്കാം. ഇപ്പൊ ഇത് കറക്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ 26 ഇഞ്ചുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്യും മുന്നേ ഇത് 52. ഇപ്പൊ ഫോൾഡ് ചെയ്ത് ഇട്ട ശേഷം ഞാൻ അളന്നപ്പോ 26 ഇഞ്ച്. ഒരു 2-3 ഇഞ്ച് കുറവാണെങ്കിലും നമുക്ക് ഈ പാന്റ് സ്റ്റിച്ച് ചെയ്യാം. ഇതിപ്പോ വീതി കൂടുതലാണ്. ഇപ്പൊ ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട ഈ തുണി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗത്ത് ഈ രണ്ട് സൈഡ് ഓപ്പൺ ആണല്ലോ, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ പാന്റിന്റെ ഒരു വീഡിയോ നേരത്തെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന്റെ ഫുൾ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിപ്പോ ഫുൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല. ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേച്ചിനായിട്ട് ഈ ലെഗിങ്സ് ഒക്കെ കിട്ടാതെ വരുമ്പോ ഇത് ലെഗിങ്സ് പോലെ തോന്നിപ്പിക്കും കേട്ടോ ഈ പാന്റ്. അപ്പൊ ആദ്യം തന്നെ ഈ രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ രണ്ടായിട്ട് ലെങ്ത് സൈഡിൽ രണ്ടായിട്ടിട്ടാണല്ലോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന രണ്ട് എൻഡും. അപ്പൊ 3 സൈഡും ക്ലോസ് ആവും. ലെങ്ത് ഭാഗത്ത് തന്നെ ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇപ്പൊ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട കാരണം അവിടെ ക്ലോസ് ആണ്. രണ്ട് എൻഡും ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലെങ്ത് വശത്ത് തന്നെ ഒരു സൈഡ് മാത്രമാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളത്. 3 സൈഡ് ക്ലോസ് ആണ് കേട്ടോ. ലെങ്ത് ഭാഗത്ത് ഒരു സൈഡ് മാത്രമാണ് ഓപ്പണേ. ഇനിയിപ്പോ ഈ ഓപ്പൺ ആയ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യണം. അത് സ്ട്രെയിറ്റ് പിടിച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ സ്റ്റിച്ച് ചെയ്തല്ലോ, ഒരു എൻഡ് സ്റ്റിച്ച് ചെയ്ത് നിർത്തി ആ പോയിന്റിൽ നിന്ന് താഴോട്ടൊരു 10 ഇഞ്ച്, അത് ഏത് സൈസാർക്കും 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഇത് തുണിയൊന്ന് ക്രോസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 ഇഞ്ച് താഴോട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലൊന്ന് പിടിക്കണം. ഇതുപോലെ ഈ പോയിന്റിൽ ഒന്ന് പിടിച്ച് അടുത്ത കോണ് ഇതാണ് സ്ട്രെയിറ്റ് ആക്കി എടുക്കേണ്ടത്. അപ്പൊ തുണി ഇങ്ങനെ ഒന്ന് ചരിഞ്ഞു വരും. കണ്ടില്ലേ, സ്ട്രെയിറ്റ് അല്ല, തുണി ഒന്ന് ഇതുപോലെ കോണാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാലേ ലെഗിങ്സ് പോലെ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഇതുപോലെ ആക്കി എടുക്കും. 10 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്നാണ് അടുത്ത എൻഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിക്കുന്നത്. കണ്ടോ, ആ സ്ട്രെയിറ്റ് സ്റ്റിച്ച് താഴോട്ട് പോയി. 10 ഇഞ്ച് താഴ്ത്തിയിട്ടാണല്ലോ നമ്മൾ പിടിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്റ്റിച്ച് അങ്ങ് താഴോട്ട് പോയി. ഇതേ ലെവലിൽ താഴെ അറ്റം വരെ പിടിക്കാം. അപ്പൊ ഇപ്പൊ നമ്മുടെ ക്ലോത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല. അത് കഴിഞ്ഞ് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ലെവൽ ആയിക്കോളും. അപ്പൊ ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റ് താഴെ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ 4 സൈഡും ഇത് കവർ ആവും. ഇപ്പൊ ദാ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. കണ്ടില്ല, ഇപ്പൊ 4 സൈഡും ക്ലോസ് ആയിട്ടിരിക്കുവാണ്. പക്ഷെ ഈ ക്ലോത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് അല്ല. ഇനി കട്ട് ചെയ്യേണ്ട എങ്ങനെയെന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ പിടിച്ച് കോണാക്കി ആണല്ലോ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തത്. ഒരു ചെറിയ ചുളുക്കൊക്കെ കാണും കേട്ടോ. അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഇപ്പൊ ഇതുപോലെ കറക്റ്റ് നിവർത്തിയിട്ട് ഇപ്പൊ ലെങ്ത് ഭാഗത്ത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തല്ലോ, രണ്ട് സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് എൻഡും ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ലെങ്ത് പോർഷൻ അല്ല, അതിന്റെ രണ്ട് എൻഡ് ഭാഗത്തും ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, രണ്ട് സൈഡും ഓപ്പൺ ആയി. ഈ 10 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തത്. അതുകൊണ്ട് തുണി ഒന്ന് ക്രോസ് ആയി.
കണ്ടോ, ഇതുപോലെ രണ്ട് സൈഡും ഓപ്പൺ ആയി. ഇപ്പൊ ലെങ്ത് ഭാഗം രണ്ട് സൈഡും ക്ലോസ് ആണ്. ഇപ്പൊ ഈ എൻഡ് ഭാഗം ഉണ്ടല്ലോ, ഈ എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് ഇട്ട ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ എൻഡിലൊക്കെ ഇപ്പൊ ബാലൻസ് ക്ലോത്ത് കാണും, അതിനെ ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്ക് പാൻറ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യാം. ഇപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അരവണ്ണത്തിന്റെ നാലിലൊരു ഭാഗം, ഞാനിപ്പോ എനിക്ക് ഹിപ്പ് ഏരിയ 40 40ന്റെ നാലിലൊരു ഭാഗം 10, 10ന്റെ കൂടെ 2 ഇഞ്ച് ഞാൻ കൂട്ടിയിടുന്നുണ്ട്. കാരണം ബെൽറ്റ് ഒന്നും വേറെ സെപ്പറേറ്റ് കൊടുക്കാത്തതുകൊണ്ട് 2 ഇഞ്ച് കൂട്ടിയിടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലപോലെ വണ്ണം കിട്ടും. അതിനുശേഷം ക്രോച്ചേരി മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 17 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. സൈസ് കുറഞ്ഞവർക്ക് 16 ഇഞ്ച് മാർക്ക് ചെയ്താലും മതി. കാരണം 2 ഇഞ്ച് നമുക്ക് മേളിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണമല്ലോ. അത് കഴിഞ്ഞ് അത്യാവശ്യം 17 ഇഞ്ച് കൊടുക്കുമ്പോൾ നല്ലപോലെ ലൂസ് കിട്ടും. ക്ലോത്തിന്റെ ഈ ഒരു സൈഡിലാണല്ലോ ഞാൻ മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതിപ്പോ ഒരു കാലിന് ആണ് ഈ മാർക്ക് ചെയ്യുന്നത്. അടുത്ത സൈഡ്, അടുത്ത കാല്, 2 പീസ് വേണമല്ലോ രണ്ട് കാലിനായിട്ട്. അടുത്ത കാലിന് വേണ്ട പീസ് ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ കാലിന്റെ എൻഡ് ഭാഗം വരും. ഇവിടെയാണ് നമ്മുടെ ഹിപ്പ് ഏരിയ വരുന്നത്. ഒരു കാലിന് ഈ കോണ്. ഇവിടെയും ഹിപ്പ് വണ്ണം 12 മാർക്ക് ചെയ്ത് ക്രോച്ച് ഏരിയ 17 മാർക്ക് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഈ ക്രോച്ച് ഏരിയയുടെ രണ്ട് എൻഡ്, ഈ രണ്ട് കോണിൽ നിന്ന് നമ്മൾ താഴ്ത്തിയാണല്ലോ 17 ഇഞ്ച് മാർക്ക് ചെയ്ത്. ഇതിന്റെ രണ്ട് പോയിന്റിൽ നിന്നും ഒരു 2.5 ഇഞ്ച് കണ്ടില്ലേ, ഈ പോയിന്റിൽ നിന്ന് മാറ്റി ഒരു 2.5 ഇഞ്ച്, സാധാ പാൻറിനൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ 2.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് ഈ പോയിന്റിലും അതുപോലെ തന്നെ ഒരു 2.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത് ഇവിടെയും ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് മാർക്ക് ചെയ്യാം. ഇനിയാണ് ഇതിനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ദാ ഒരു കാല് ഈ കോണിന്ന് താഴോട്ട് ഇങ്ങനെ വരും, അടുത്ത കാല് ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ വരും. ഇനിയാണ് കാൽവണ്ണം ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. കാൽവണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇവിടെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 5.5 6 നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ക്രോസ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്ത് മാർക്ക് ചെയ്താൽ മതി. ഇനി കാൽവണ്ണം മാർക്ക് ചെയ്ത് അതേ പോയിന്റിൽ നിന്ന് ഈ ക്രോച്ച് ഏരിയയിലോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ കാൽവണ്ണം മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുത്താൽ മതി. കണ്ടില്ല, അടുത്ത സൈഡ് ഇവിടെ നിന്ന് താഴോട്ട്. ഞാനപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇവിടെ ഒത്തിരി ലെങ്ത് വേണമെങ്കിൽ ആ സ്റ്റിച്ച് ഇങ്ങനെ താഴെ അതും കൂടെ വരും. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് ആ അളവിന് കുറച്ച് മേളിലോട്ട് കട്ട് ചെയ്താൽ ആ സ്റ്റിച്ച് വരത്തില്ല. അത് നമ്മളിങ്ങനെ കൂട്ടി തയ്ക്കുമ്പോൾ അതിനകത്തായിക്കോളും. ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ചേർത്ത് തയ്ക്കുമ്പോൾ ആ സ്റ്റിച്ച് വരാത്ത രീതിക്കാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പുറത്ത് കാണാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കുറച്ച് മേളിലോട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ലെങ്ത് പോർഷൻ കുറച്ച് മേളിലോട്ടാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ രണ്ട് കാലം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ, ഈ രണ്ട് കാലം ഇതുപോലെ മാർക്ക് ചെയ്തതിന്റെ പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഇപ്പൊ ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു സൈഡിലെ ഹിപ്പ് ഏരിയ കണ്ടില്ലേ, ഒരു കാലിന്റെ ഒരു സൈഡ്, ഈ കാലിന്റെ എൻഡ് ഭാഗം, കാൽ വണ്ണമാണ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് പോകുന്നത്. ഓരോന്നായിട്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡൊന്നും ഇതുപോലെ ഒന്നുപോലെ കട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇത് കാലിന്റെ വണ്ണം ആ ലെങ്ത് ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് കട്ട് ചെയ്യുവാണേ. ഇപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണും. ഒരു സൈഡ് കാൽവണ്ണം, അടുത്ത സൈഡ് ഹിപ്പ് ഏരിയ. അതുപോലെ തന്നെ ഇപ്പുറത്തെ എൻഡ് വരുമ്പോ ഒരു സൈഡ് കാൽവണ്ണത്തിന്റെ ഭാഗം, ഒരു സൈഡ് ഹിപ്പ് ഏരിയ. അപ്പൊ രണ്ട് പാർട്ടും അതുപോലെ കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, ഇതുപോലെ ഈ ഹിപ്പ് ഏരിയ മാർക്ക് ചെയ്ത് വന്ന ആ കാലിന്റെ താഴോട്ട് കാൽവണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് കാൽവണ്ണം മാർക്ക് ചെയ്ത് വന്നല്ലോ, ആ സൈഡാണ് മേളിലോട്ട് ഹിപ്പ് ഏരിയ പോകുന്നത്.
അപ്പോൾ കറക്റ്റായിട്ട് 1.5 മീറ്ററിൽ നല്ല ഒരു ചുരി ബോട്ടം പാൻറ്, അതുപോലെ തന്നെ സിഗരറ്റ് പാൻറ് എല്ലാം ഇതേ മെത്തേഡിൽ കറക്റ്റായിട്ട് നല്ല പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ആംഗിൾ ലെങ്ത് പാൻറ്, സിഗരറ്റ് പാൻറ്, സ്ട്രെയിറ്റ് പാൻറ്, ഇതുപോലെ ചുരി ബോട്ടം, ലെഗിങ്സ് പോലെ ഇരിക്കുന്ന ചുരി ബോട്ടം, അങ്ങനെ പല പേരിൽ പറയുമെങ്കിലും ഇതേ മെത്തേഡിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ലൊരു പാൻറ് കിട്ടും കേട്ടോ. ഇതേ മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത്, നല്ല ചുരുക്കോടും കൂടിയ നല്ലൊരു പാൻറ് കിട്ടും. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ലെങ്ത് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 2 കാലും ഇതുപോലെ എൻഡ് വരെ കട്ട് ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ, അതിന്റെ ഇടയ്ക്ക് നിന്ന് ഇതുപോലെ കുറച്ച് വേസ്റ്റ് പോകുന്നുണ്ട്. കാരണം ഇത് ഞാൻ എടുത്ത ക്ലോത്തിന് ഇച്ചിരി വീതി കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും വീതി ഇല്ലാത്ത ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി വീതി കുറഞ്ഞ ക്ലോത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് 2 കാലിന് വേണ്ട പാർട്ട് ഇതിന്ന് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഏറ്റവും എളുപ്പത്തിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് കേട്ടോ ഇത്. ഈ ഒരു കാലിന്റെ എൻഡ് ഭാഗം കണ്ടു, ഇവിടെ ആ ക്രോസ് സ്റ്റിച്ച് വരുന്ന അത് താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സൈഡ് നമ്മളിങ്ങനെ അടിച്ചു പോകുമ്പോൾ അത് പുറത്ത് കാണത്തില്ല. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിട്ട് ഇതുപോലെ കണ്ടില്ലേ, കറക്റ്റ് സാധാ പാൻറ് കട്ട് ചെയ്തെടുക്കുന്ന പോലെ തന്നെ 2 പാർട്ടും ഇവിടെ കിട്ടി. ഇനിയിപ്പോ അടുത്ത് ചെയ്യേണ്ടത് ഈ ക്രോച്ച് ഏരിയകൾ തമ്മിലൊന്ന് കൂട്ടി അടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഫ്രണ്ടും ബാക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോ ഇവിടെ ഫ്രണ്ടും ബാക്കും ഈ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ബെൽറ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 സൈഡ് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വേണം, കാരണം നമുക്ക് നാട ഇടണമല്ലോ. അപ്പൊ ഒന്ന് 1 ഇഞ്ച് താഴ്ത്തി ഒരു 2 ഇഞ്ച് നീളത്തിന് ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് വിട്ടാൽ മതി. അത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 ഇഞ്ചാണല്ലോ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നാട ഇടാൻ വേണ്ടി ഇത് ഈസി ആയിരിക്കും. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ സെൻട്രൽ ഇതുപോലെ കാണും. അപ്പൊ നാട ഇതുവഴി കടത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ ബെൽറ്റ് ഏരിയ ഒന്ന് സ്റ്റിച്ച് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ലെങ്ത് ഭാഗത്തൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇപ്പൊ കണ്ടില്ല, ഇവിടെ സെന്റർ, ഈ ക്രോച്ചയുടെ സെന്ററിൽ നിന്ന് ഇതുപോലെ ലെവൽ ചെയ്ത് ലാസ്റ്റ് വരെ കാൽ വണ്ണം ഉണ്ടല്ലോ അതുവരെ എത്തുമ്പോൾ കറക്റ്റ് ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ എൻഡ് ഭാഗത്ത് ഒന്നുകൂടെ ഒരു അര ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മുടെ കാൽ വണ്ണത്തിനനുസരിച്ച് 2 സൈഡ് ഒന്ന് യോജിപ്പിച്ച് അടിച്ചു വന്നാൽ മതി. നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അവിടെ മാർക്ക് ചെയ്തിട്ട്, ഞാനിവിടെ 5.5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്ത്, അവിടെ നിന്ന് കറക്റ്റ് മേളിലോട്ട് ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളെ പാൻറ് ഇവിടെ റെഡി ആവും. ഞാനിപ്പോൾ അത്യാവശ്യം ചുരുക്കോട് കൂടി ലെഗിങ്സ് പോലെ തോന്നിക്കുന്ന രീതിക്കാണ് ഇതുപോലെ ഇപ്പൊ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കണ്ടോ, നല്ല ചുരുക്കൊണ്ട്. ഞാനിപ്പോ വണ്ണം കൂട്ടിയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. കാര്യം അത്രയും വീതി കിട്ടും നമുക്ക് ഈ തുണിയിൽ. അത്യാവശ്യം സൈസ് ഉള്ളവർക്ക് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. മേളിലോട്ടും താഴോട്ടും തന്നെ നല്ല വണ്ണം കിട്ടും പാൻറ്. പിന്നെ ടൈറ്റായിട്ട് ഇടണം എന്നുള്ളവർക്ക് നല്ല ടൈറ്റാക്കി ഇതിനെ സ്റ്റിച്ച് ചെയ്താൽ മതി. കണ്ടോ, ഇതുപോലെ പിടിച്ച് ടൈറ്റ് ആക്കിയാൽ മതി. നല്ല ചുരുക്കായിട്ട് ലെഗിങ്സ് പോലെ തന്നെ ഇരുന്നോളും. ഇനി ഇത് കട്ട് ചെയ്ത് ലെങ്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ മെത്തേഡിലും നമുക്കിടാം. കണ്ടില്ലേ, ഞാനിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി ലെങ്ത് കുറച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചുരുക്ക് കൂടുതൽ യൂസ് ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. അത് പോയിട്ട് ഞാൻ ആ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് ഷോർട്ടാക്കി. ഇനിയും ഷോർട്ടാക്കണം എന്നുള്ളത് ഷോർട്ടാക്കാം. എത്രയാണോ ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലെങ്ത് എടുക്കാം. അപ്പൊ 1.5 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് ഇതുപോലെ ഇത്രയും ചുരുക്കമുള്ള പാൻറ് സ്റ്റിച്ച് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അതുപോലെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം. ഒപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ.